അന്തർ സംസ്ഥാന കവർച്ചാ സംഘം കൊച്ചിയിൽ പിടി. തമിഴ്നാട്ടിൽ നിന്നും മോഷ്ടിച്ച കാറുമായി കടന്ന 3-അംഗ സംഘമാണ് അറസ്റ്റിലായത്. കസ്റ്റഡിയിലിരിക്കെ സ്റ്റേഷനിലെ ശുചിമുറിയുടെ ജനൽ പൊളിച്ച് രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാളെ പോലീസ് അതിസാഹസികമായി പിടികൂടി. സംഘത്തിന് ഹരിയാനയിലെ കുപ്രസിദ്ധ മോഷണ സംഘമായ മേവത് ഗ്യാങ്ങുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. സംഘമെത്തിയ കണ്ടെയ്നറും മോഷ്ടിച്ചതാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ATM കവർച്ചയാണ് ഇവർ ലക്ഷ്യമിട്ടതെന്നാണ് സൂചന. പുലർച്ചെ 1 മണിയോടെയാണ് മോഷണ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ നെട്ടൂർ പോലീസ് പിടികൂടിയത്. ഇതര സംസ്ഥാനക്കാരായ 3 പേരെയും പിടികൂടി ചോദ്യം ചെയ്യാൻ പനങ്ങാട് സ്റ്റേഷനിലെത്തിച്ചു. ഈ സമയം ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ട പ്രതി മുറിയുടെ ഗ്രിൽ തകർത്ത് ചാടിപ്പോയി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ 11:30ഓടെ ഇയാളെ കണ്ടെത്തി. രാജസ്ഥാൻ സ്വദേശിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച സൈക്കിൾ. ഒപ്പമുണ്ടായിരുന്ന ഹരിയാന സ്വദേശികളായ നാജിർ അഹമ്മദ്, സഹീദ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നും കൃഷ്ണഗിരിയിൽ നിന്നും മോഷണം പോയ കാർ ഇവർ തമിഴ്നാട്ടിൽ തന്നെ ഉപേക്ഷിച്ചതായി മൊഴി നൽകി. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടെയ്നർ ലോറിയാണ്. ആ ലോറിയിലുള്ള ആൾക്കാർ ഒരു കാർ മോഷ്ടിച്ച ആൾക്കാരെന്നാണുള്ള ഒരു ഇൻഫർമേഷൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇവിടെ ചെക്കിംഗ് നടത്തിയപ്പോഴത്തേക്ക് വാഹനം കാണുകയും അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊരു കാറിൻ്റെ ഒരു കൺഫെഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തമിഴ്നാട്ടിലുള്ള ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. കുറ്റകൃത്യത്തിന്റെ രീതി ഹരിയാന കേന്ദ്രമായുള്ള ATM കൊള്ള സംഘത്തിന്റേതെന്ന് സമാനമാണെന്നാണ് നിഗമനം. കണ്ടെയ്നറിൽ നിന്നും ഗ്യാസ് കട്ടറും കണ്ടെത്തി. കേരളത്തിലെത്തി കൊള്ള നടത്തുന്നതിന്റെ ഭാഗമായാണോ കാർ കടത്തിക്കൊണ്ടുപോയതെന്ന സംശയത്തിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി.